കുറച്ച് ടേംസ് ആണ്. ഡിസോൾഡ് ഓക്സിജൻ DO, BOD, COD. എന്താണ് ഈ ടേംസ്? അതിന്റെ ഡെഫിനിഷൻ എന്താണ്? ദെൻ ഹൗ ടു എസ്റ്റിമേറ്റ് DO, BOD ആൻഡ് COD. പിന്നെ അതിന്റെ ന്യൂമറിക്കൽസ്. അതിൽ DO, ഡിസോൾഡ് ഓക്സിജൻ, ലാബ് എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിച്ചതായിരിക്കില്ലേ? DO, ഡിസോൾഡ് ഓക്സിജൻ. ഡിസോൾഡ് ഓക്സിജൻ പഠിച്ചതല്ലേ? ഓക്കെ. എന്താണ് ഡിസോൾഡ് ഓക്സിജൻ? It is the amount of free non-compound oxygen in dissolved form present in water or other liquid. It is the amount of free non-compound oxygen in dissolved form present in water or other liquids. വാട്ടറിലോ വേറെ ഏതെങ്കിലും ലിക്വിഡിലോ ഫ്രീ ആയി, കോമ്പൗണ്ട് അല്ലാതെ ഫ്രീ ആയിട്ട് ഡിസോൾവ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഓക്സിജന്റെ എമൗണ്ട് ആണ് ഡിസോൾവ്ഡ് ഓക്സിജൻ. ആ ലിക്വിഡിൽ അല്ലെങ്കിൽ ആ വാട്ടറിൽ ഡിസോൾവ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ഓക്സിജൻ. എന്താണ് ഈ ഡിസോൾവ്ഡ് ഓക്സിജന്റെ യൂസ്? ഇറ്റ് ഇസ് എ പാരാമീറ്റർ ഫോർ അസസിങ് ക്വാളിറ്റി ഓഫ് വാട്ടർ. ഒരു സാമ്പിൾ വാട്ടർ എടുത്താൽ അതിൽ എത്ര ഓക്സിജൻ ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ആ വാട്ടറിന്റെ ക്വാളിറ്റി അതിലൂടെ ഡിറ്റർമിൻ ചെയ്യാം. ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ is the basis for BOD test. Determination of DO is the basis for BOD test. BOD, biochemical oxygen demand. BOD കാൽക്കുലേറ്റ് ചെയ്യാൻ അത് ഡിസോൾവ്ഡ് ഓക്സിജൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. BOD കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു 5 ഡേയ്സിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. ഈ 5 ഡേയ്സിന് മുമ്പ് നമ്മൾ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ പറഞ്ഞിരിക്കുന്ന 5 ഡേയ്സ് ഇൻക്യുബേഷൻ പീരീഡ്, അതിനുശേഷമുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് യൂസ് ചെയ്തിട്ടാണ് BOD കാൽക്കുലേറ്റ് ചെയ്യുന്നത്. BOD എന്താണെന്നും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും നമുക്ക് പഠിക്കാനുണ്ട്, അത് അവിടെ പറയാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് DO is the basis of BOD calculation or BOD test. And നമുക്കറിയാം ഈ ഓക്സിജന്റെ എമൗണ്ട് കണ്ടുപിടിച്ചാൽ മാത്രമേ അതിൽ അക്വാട്ടിക് ലിവിങ്സിന് ലൈഫ് പോസിബിൾ ആണോ എന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതിൽ എത്രമാത്രം ഓക്സിജൻ ഡിസോൾവ്ഡ് ആണ്, അതിനനുസരിച്ചിട്ട് മാത്രമേ അക്വാട്ടിക് ലൈഫ് പോസിബിൾ ആവുന്നുള്ളൂ. സോ ഡിറ്റർമിനേഷൻ ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ is essential for maintaining aerobic condition in water and wastewater treatment. എന്താണ് ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്? ഇത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എയറോബിക് കണ്ടീഷൻ ഇൻ വാട്ടർ എന്നാ വാട്ടറിലെ ഓക്സിജന്റെ പ്രസൻസ് ആണ് ലിവിങ് ഓർഗാനിസത്തിന് അവിടെ ലൈഫ് പോസിബിൾ ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്, വാട്ടറിലുള്ള എയറോബിക് കണ്ടീഷൻ. Then what is wastewater treatment? നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാട്ടർ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ, അതിനെ പ്യൂരിഫൈ ചെയ്യാൻ എത്രത്തോളം പ്യൂരിഫൈ ചെയ്തോ എന്നുള്ളതൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ DO ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. പ്യൂരിഫിക്കേഷന് ശേഷം അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിന് ശേഷം DO കാൽക്കുലേറ്റ് ചെയ്യുന്നു, DO എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അതിൽ എത്ര എമൗണ്ട് ഓക്സിജൻ പ്രസന്റ് ആണ്, വിച്ച് മീൻസ് ആ വാട്ടർ എത്രത്തോളം പ്യുവർ ആണ് എന്ന് DO ഡിറ്റർമിനേഷനിലൂടെയാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. ആൻഡ് യൂണിറ്റ് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ, that is milligram per liter or ppm. And how can we estimate dissolved oxygen? There is an experiment for estimating dissolved oxygen in a water sample, that is Winkler's method.
അറിയാലോ, വിംഗ്ലേഴ്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഡിസോൾഡ് ഓക്സിജന്റെ എമൗണ്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. എന്തായിരുന്നു വിംഗ്ലേഴ്സ് മെത്തേഡ്? ഇതൊരു പ്രാവശ്യം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്സിന്. വിംഗ്ലേഴ്സ് മെത്തേഡിന്റെ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ 4 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. Winkler's method, it is a method to determine the amount of dissolved oxygen in water. Dissolved oxygen amount calculate ചെയ്യാനുള്ള ഒരു മെത്തേഡ് ആണ് Winkler's method. And what is its principle? In alkaline medium, dissolved oxygen oxidizes Mn2+2 Mn4+. In alkaline medium, dissolved oxygen oxidizes Mn2+2 Mn4+. And in acidic medium, it oxidizes I-2 free iodine. There are oxidation in both alkaline and acidic medium. In alkaline medium, dissolved oxygen, that is oxygen dissolved in water, oxidizes Mn2+2 Mn4+. Oxidation number increase ചെയ്യാണ്, so that is an oxidation. And in acidic medium, it oxidizes I-2 I2, that is free iodine. I- I2 ആക്കി ഫ്രീ iodine ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമ്മളിവിടെ വിംഗ്ലേഴ്സ് മെത്തഡിൽ ബോത്ത് മീഡിയം യൂസ് ചെയ്യുന്നുണ്ട്. ആൽക്കലൈൻ മീഡിയം ഉണ്ടായിരുന്നു, അസിഡിക് മീഡിയവും ഉണ്ടായിരുന്നു. നമ്മളവിടെ ആസിഡ് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ വിംഗ്ലേഴ്സ് മെത്തഡില്, H2SO4 ആസിഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ആൽക്കലൈൻ KI ആണ് യൂസ് ചെയ്തത്. ആൽക്കലൈൻ KI, അവിടെ ആൽക്കലൈൻ മീഡിയവും പ്രസന്റ് ആണ്. സോ ഈ രണ്ട് മീഡിയത്തിലും എന്താണ് റിയാക്ഷൻ, ഏത് ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്? Then the amount of liberated iodine can be estimated by titrating with a standardized sodium thiosulfate solution using starch as the indicator. ഇത് നമുക്കറിയാവുന്ന ടൈട്രേഷൻ റിയാക്ഷൻ. വിംഗ്ലേഴ്സ് മെത്തഡിൽ എന്ത് ടൈട്രേഷൻ ആണ് ചെയ്യുന്നത്? Amount of liberated iodine I2 plus can be estimated by titrating with a standardized sodium thiosulfate Na2S2O3. Iodine versus standard sodium thiosulfate solution using starch as the indicator. And the end point is disappearance of blue color. The end point of Winkler's method is disappearance of blue color, or the blue color changes to colorless. This is the end point in Winkler's method. Okay. Then what are the reactions? What are the reactions? The first step is we are adding MnSO4 and alkaline Ki. MnSO4 and alkaline Ki, there will be a white precipitate of MnOH2, OH twice. നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് ഈ റിയാക്ഷൻസ് പഠിച്ചിരുന്നോ? എക്സാമിന് വേണ്ടിയിട്ട് ഈ റിയാക്ഷൻസ് പഠിച്ചിരുന്നോ? ഇത് നമ്മുടെ ലാബ് സ്കീമിലുള്ള ആ പ്രൊസീജിയറിലുള്ള അതേ ഇക്വേഷൻസ് തന്നെയാണ്. അതിലെ ഓരോ സ്റ്റെപ്പും എന്താണ് ഫോം ചെയ്യുന്നത് എന്നും ഏതൊക്കെ റിയാക്റ്റൻസ് ആണ് എന്നും മാത്രമേ ഞാൻ അവിടെ സെന്റൻസിൽ കൊടുത്തിട്ടുള്ളൂ. ലാബ് സ്കീമിലുള്ള അതേ റിയാക്ഷൻസ് തന്നെയാണ്. അത് നോക്കിയിരുന്നോ? ഓക്കെ. യൂണിവേഴ്സിറ്റി എക്സാമിനത്തിന്റെ പ്രൊസീജിയർ ചോദിച്ചിട്ടുള്ളൂ, റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. നിങ്ങൾ ഓൾറെഡി ലാബ് എക്സാമിന് പഠിച്ചത് കൊണ്ട് ഒന്ന് നോക്കുക, ഇൻ കേസ് ചോദിച്ചാലോ. എന്തായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്?
adding MnSO4 and alkaline Ki. MnSO4 plus KOH. Alkaline Ki ആണ്. ഇവിടെ alkaline മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. KOH gives MnOH twice plus K2SO4. ഈ പറഞ്ഞിരിക്കുന്ന MnOH twice ആണ് white color precipitate. White color precipitate. And the dissolved oxygen in the sample oxidizes Mn2 plus 2, Mn4 plus. So, this medium is alkaline medium. Alkaline Ki ആണ്. Alkaline medium ആണ്. So, dissolved oxygen oxidizes Mn2 plus 2, Mn4 plus. Which is precipitated as brown hydrated manganese dioxide. MnOH twice. ഇവിടെ മാംഗനീസ് ഏത് സ്റ്റേറ്റിലാണ്? ഇറ്റ് ഇസ് ഇൻ +4 സ്റ്റേറ്റ്. ഇറ്റ് ഇസ് ഇൻ +4 സ്റ്റേറ്റ്. Then we are adding sulfuric acid. Then sulfuric acid will react with MnOH twice and it will produce MnSO4 and nascent oxygen. Nascent oxygen is highly reactive. It will react with Ki, potassium iodide, in presence of H2SO4 to give free iodine. And this free iodine is titrated against standard thiosulfate solution using starch as the indicator. I2 plus Na2S2O3 gives Na2S4O6 plus 2NaI. ഓരോ റിയേജന്റും എവിടെയൊക്കെയാണ് ആഡ് ചെയ്യുന്നത്? ആ റിയേജൻസ് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? ഫൈനൽ റിയാക്ഷൻ, നമുക്ക് വേണ്ട റിയാക്ഷൻ എന്ന് പറയുന്നത് ലിബറേറ്റഡ് അയഡിന്റെയും സ്റ്റാൻഡേർഡ് തയോസൾഫേറ്റിന്റെയും ടൈട്രേഷൻ ആണ് യൂസിങ് സ്റ്റാർച്ച് ആസ് ദ ഇൻഡിക്കേറ്റർ. സോ എങ്ങനെയാണ് ഈ അയഡിൻ ലിബറേറ്റ് ചെയ്യുന്നത്? അതിനാണ് ആദ്യത്തെ ഈ പ്രോസസ് ഒക്കെ പറയുന്നത്. ടു ലിബറേറ്റ് ഫ്രീ അയഡിൻ. ദിസ് ഇസ് ദ റിയാക്ഷൻ ഓഫ് അയഡിൻ വേഴ്സസ് സ്റ്റാൻഡേർഡ് sodium thiosulfate. Then procedure of EDTA titration. Procedure of Wengler's method. Procedure of Wengler's method. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? എങ്ങനെയാണ് വിംഗ്ലേഴ്സ് മെത്തേഡ്? അതിന്റെ പ്രൊസീജിയർ എങ്ങനെയായിരുന്നു എന്ന് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടോ? You have to take 250 ml water sample in the 250 ml dissolved oxygen, that is DO bottle, and we are adding 2 ml manganese sulfate solution. Manganese sulfate, it is not solution. Manganese sulfate and 2 ml alkaline Ki solution. Alkaline Ki. And we are shaking that DO bottle. There will be formation of brown color precipitate. We are allowing the precipitate to settle. Then adding 2 ml concentrated sulfuric acid at the neck of the DO bottle. That again we are shaking the DO bottle and the precipitate will dissolve in acidic medium. And we are titrating this solution against sodium thiosulfate solution. പിന്നെ അതിൽ എപ്പോഴാണ് സ്റ്റാർച്ച് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നത്? സൊല്യൂഷന്റെ കളർ ഒരു പെയിൽ യെല്ലോ ആവുമ്പോഴാണ് സ്റ്റാർച്ച് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നത്. സ്റ്റാർച്ച് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്താൽ അവിടെ ഉണ്ടാവുന്ന ഒരു കളർ ചേഞ്ച് ഉണ്ട്. അത് യെല്ലോ ടു ബ്ലൂ ആണ്. എൻ പോയിന്റിന്റെ കളർ ചേഞ്ച്, അതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. എൻ പോയിന്റിന്റെ കളർ ചേഞ്ച് ഇറ്റ് ഇസ് ബ്ലൂ ടു കളർലെസ്
or disappearance of blue color. And we are calculating the amount of dissolved oxygen in the water sample. ആ ടൈട്രേഷന്റെ വാല്യൂ കിട്ടുന്നു. ടൈട്രേഷന്റെ വാല്യൂയിൽ നിന്ന് ഡിസോൾഡ് ഓക്സിജന്റെ എമൗണ്ട്, വാട്ടർ സാമ്പിളിലുള്ള ഡിസോൾഡ് ഓക്സിജന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. പ്രൊസീജിയർ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? പിന്നെ പ്രിൻസിപ്പിളിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഓക്സിഡേഷൻ, ആൽക്കലൈൻ മീഡിയ ആണെങ്കിൽ Mn2+2 Mn4+ ഓക്സിഡേഷൻ, അസിഡിക് മീഡിയ ആണെങ്കിൽ I-2 I2 ഓക്സിഡേഷൻ. ഏതാണ് ടൈട്രേറ്റ് ചെയ്യുന്നത്, എന്താണ് ഇൻഡിക്കേറ്റർ? ഓക്കെ ആണോ? എന്തെങ്കിലും ഒന്നുകൂടെ പറഞ്ഞു തരാനുണ്ടോ? Okay. Then what is biochemical oxygen demand? BOD. BOD നമ്മൾ പറഞ്ഞു ഡിസോൾഡ് ഓക്സിജന്റെ കാൽക്കുലേഷൻ ആണ്, അല്ലെങ്കിൽ ഡിസോൾഡ് ഓക്സിജന്റെ എസ്റ്റിമേഷൻ ആണ് BODയുടെ ബേസിസ്. എന്താണ് BOD? It is the amount of oxygen required by aerobic bacteria and other microorganisms for the biochemical oxidation of organic matters present in sewage water under aerobic condition at 20 degrees Celsius for 5 days. Amount of oxygen required by aerobic bacteria and other microorganisms. So ആ വാട്ടറിൽ പ്രസന്റ് ആയിരിക്കുന്ന എയറോബിക് ബാക്ടീരിയ, ഓക്സിജന്റെ പ്രസൻസിൽ ലിവ് ചെയ്യുന്ന ബാക്ടീരിയ, അതർ മൈക്രോ ഓർഗാനിസംസിനും റിക്വയർഡ് ആയിട്ടുള്ള ഓക്സിജന്റെ എമൗണ്ട് ആണ് BOD. എന്തിനു വേണ്ടിയിട്ടുള്ള ഓക്സിജൻ ആണ്? ഫോർ ദ ബയോകെമിക്കൽ ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ് പ്രസന്റ് ഇൻ സീവേജ് വാട്ടർ. സീവേജ് വാട്ടറിൽ ഓർഗാനിക് മാറ്റേഴ്സിന്റെ, ഓർഗാനിക് കണ്ടാമിനൻസിന്റെ, അല്ലെങ്കിൽ ഏത് ഇമ്പ്യൂരിറ്റി ആണെങ്കിലും ഓർഗാനിക് മാറ്ററിന്റെ ബയോകെമിക്കൽ ഓക്സിഡേഷന് വേണ്ടി റിക്വയർഡ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ഓക്സിജൻ ആണ് BOD. ഇനി അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എപ്പോഴാണ് ഈ ബയോകെമിക്കൽ ഓക്സിഡേഷൻ നടക്കുന്നത്? എപ്പോഴാണ് ഈ ബയോകെമിക്കൽ ഓക്സിഡേഷൻ നടക്കുന്നത്? അണ്ടർ എയ്റോബിക് കണ്ടീഷൻ അറ്റ് 20 degrees Celsius for 5 days. എന്താണ് ടോട്ടലി പറയുന്നത്? നമുക്കൊരു സീവേജ് വാട്ടർ ഉണ്ട്. ആ സീവേജ് വാട്ടറിൽ എയ്റോബിക് ബാക്ടീരിയയും ബാക്കിയുള്ള വേറെ മൈക്രോ ഓർഗാനിസംസും പ്രസന്റ് ആണ്. ആ എയ്റോബിക് ബാക്ടീരിയക്കും മൈക്രോ ഓർഗാനിസംസിനും ഈ സീവേജ് വാട്ടറിലുള്ള ഓർഗാനിക് മാറ്റേഴ്സിനെ ഓക്സിഡൈസ് ചെയ്യണം, ബയോകെമിക്കൽ ഓക്സിഡേഷൻ നടത്തണം. അതിനുവേണ്ടി എത്ര എമൗണ്ട് ഓക്സിജൻ വേണോ അതാണ് BOD. ഇനി ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. 20 ഡിഗ്രി സെൽഷ്യസിൽ എയറോബിക് കണ്ടീഷനിൽ ഓക്സിജന്റെ പ്രസൻസിൽ 5 days വെക്കുമ്പോഴാണ് ഈ ഓക്സിഡേഷൻ നടക്കുന്നത്. സോ ആ ഒരു പീരിയഡിൽ റിക്വയർഡ് ആയിട്ടുള്ള ഓക്സിജന്റെ എമൗണ്ട് ആണ് BOD. സീവേജ് വാട്ടർ 20 ഡിഗ്രി സെൽഷ്യസിൽ 5 days എയ്റോബിക് കണ്ടീഷനിൽ വെച്ചാൽ അവിടെ ബയോകെമിക്കൽ ഓക്സിഡേഷൻ നടക്കും, ഓർഗാനിക് മാറ്റേഴ്സിന്റെ ബയോകെമിക്കൽ ഓക്സിഡേഷൻ നടക്കും. ആ ബയോകെമിക്കൽ ഓക്സിഡേഷൻ നടക്കാൻ എയ്റോബിക് ബാക്ടീരിയക്കും മൈക്രോ ഓർഗാനിസംസിനും എത്ര എമൗണ്ട് ഓക്സിജൻ റിക്വയർഡ് ആണ്? ദാറ്റ് ഈസ് BOD. ഡെഫിനിഷൻ ക്ലിയർ ആണല്ലോ? ഇത് ഡെഫിനിഷൻ ആയിട്ട് തന്നെ 3 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മിസ് ചെയ്യാതെ നോക്കുക. ഓർഗാനിക് മാറ്റേഴ്സ്, ഏത് ബാക്ടീരിയക്ക് വേണ്ട ഓക്സിജൻ ആണ്, ഏത് പ്രോസസ്സിന് വേണ്ടതാണ്, then that condition, aerobic condition at 20 degrees Celsius for 5 days.
ആ പോയിന്റ്സ് ഒന്നും മിസ് ചെയ്യാതെ ആൻസർ എഴുതുക. ബിഒഡിയുടെ വാല്യൂ പൊല്യൂഷനും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ബിഒഡിയുടെ വാല്യൂയും പൊല്യൂഷനും തമ്മിലുള്ള റിലേഷൻ എന്താണ്? Larger the concentration of organic matter, greater is the BOD. സീവേജ് വാട്ടറിൽ എത്രയധികം ഓർഗാനിക് മാറ്റർ ഉണ്ടോ അത്രയും ഓക്സിജൻ റിക്വയർഡ് ആണ് ഫോർ ബയോകെമിക്കൽ ഓക്സിഡേഷൻ. സോ വാട്ടറിൽ പ്രസന്റ് ആയിരിക്കുന്ന ഓർഗാനിക് മാറ്റർ അതിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അത്രയും BOD വേണം, അത്രയും BODയുടെ വാല്യൂ വരും. When BODയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ it means there is great pollution in that sewage water. Greater is the BOD, greater is the pollution. And the unit of BOD, milligram per liter or ppm. Dissolved oxygen unit ഇത് തന്നെയായിരുന്നു. And what is the significance of BOD? It indicates the extent of pollution that can be determined from the value of BOD. The extent of pollution can be determined from the value of BOD. പറഞ്ഞു അല്ലേ? Greater is the BOD, greater is the pollution. Then it is useful in designing വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്. എത്രത്തോളം വാട്ടർ ട്രീറ്റ്മെന്റ്, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യാനും അങ്ങനെയുള്ള പ്ലാന്റ്സിന്റെ ഡിസൈനിങ്ങിനും വേണ്ടി ഈ BOD യൂസ് ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ BOD എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്യാനുണ്ടാവും ഹയർ സെമ്മില്. ഡെഫിനിഷനും പ്രൊസീജിയറും ഒക്കെ എപ്പോഴേ ഓർത്ത് വെച്ചോളൂ. Then how to estimate BOD? Take non-volume of sewage water sample in a water. നമുക്കറിയാവുന്ന ഒരു നോൺ വോളിയം സീവേജ് വാട്ടർ ഒരു ബോട്ടിലിൽ എടുക്കുന്നു. And mix it with appropriate amount of fresh water. ബോട്ടിലിൽ എടുത്തിരിക്കുന്ന സീവേജ് വാട്ടറുമായിട്ട് ഫ്രഷ് വാട്ടർ, പ്യുവർ വാട്ടർ മിക്സ് ചെയ്യുന്നു. And measure DO using dissolved oxygen meter or titration. Measure dissolved oxygen using dissolved oxygen meter or titration. എന്താണ് ചെയ്യുന്നത്? ഡിസോൾവ്ഡ് ഓക്സിജൻ എസ്റ്റിമേറ്റ് ചെയ്യണം. ഇതാണ് പറഞ്ഞത് BODയുടെ ബേസിസ് എന്ന് പറയുന്നത് DO ഡിറ്റർമിനേഷൻ ആണ്. BODയുടെ ബേസിസ് എന്ന് പറയുന്നത് ഡിസോൾവ്ഡ് ഓക്സിജൻ എസ്റ്റിമേഷൻ ആണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഡിസോൾവ്ഡ് ഓക്സിജൻ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് യൂസിങ് ഡിസോൾവ്ഡ് ഓക്സിജൻ മീറ്റർ ഓർ നമ്മൾ പറഞ്ഞിരിക്കുന്ന വിംഗ്ലേഴ്സ് മെത്തേഡ്. Then this solution is kept in a closed bottle at 20 degrees Celsius for 5 days. നമ്മൾ ഈ ഡിസോൾവ്ഡ് ഓക്സിജൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന സൊല്യൂഷൻ, ആ സൊല്യൂഷനെ 20 ഡിഗ്രി സെൽഷ്യസിൽ 5 days നമ്മളൊരു ക്ലോസ്ഡ് ഒരു ബോട്ടിലിൽ ക്ലോസ് ചെയ്ത് വെക്കുന്നു. ദെൻ ആ 5 days ശേഷം അഗൈൻ നമ്മൾ DO കാൽക്കുലേറ്റ് ചെയ്യും. 5 days എന്ന് പറയുന്നത് ഇൻക്യുബേഷൻ പീരിയഡ് ആണ്. ആ 5 days ഇൻക്യുബേഷൻ പീരിയഡിന് ശേഷം അഗൈൻ ഡിസോൾവ്ഡ് ഓക്സിജൻ കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ ഓൾറെഡി ഈ ഇൻക്യുബേഷൻ പീരിയഡിന് മുമ്പ് കാൽക്കുലേറ്റ് ചെയ്ത DOയും ഇൻക്യുബേഷൻ പീരിയഡിന് ശേഷം കാൽക്കുലേറ്റ് ചെയ്യുന്ന DOയും അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് BOD. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് BOD കാൽക്കുലേഷനിൽ യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് അതല്ല. കാൽക്കുലേറ്റ് BOD ഓഫ് ദ സാമ്പിൾ ഫ്രം ദ ഡിഫറൻസ് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ കോൺസെൻട്രേഷൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇൻക്യുബേഷൻ. ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന 5 days ആണ്. എന്താണ് പ്രൊസീജിയർ? ഒരു നോൺ വോളിയം സീവേജ് വാട്ടർ എടുക്കുന്നു, അതിലേക്ക് ഫ്രഷ് വാട്ടർ, പ്യുവർ വാട്ടർ മിക്സ് ചെയ്യുന്നു.
എന്നിട്ട് ഡിസോൾവ്ഡ് ഓക്സിജൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനൊന്നുകിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ മീറ്റർ യൂസ് ചെയ്യാം ഓർ ടൈട്രേഷൻ. ഏതാണ് ടൈട്രേഷൻ? വിങ്ക്ലേഴ്സ് മെത്തേഡ് യൂസ് ചെയ്ത് DO കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ഇനി എന്താണ് ചെയ്യുന്നത്? ഇനി ഇൻക്യുബേഷൻ പീരിയഡ് ആണ്. ആ സൊല്യൂഷനെ DO കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന സൊല്യൂഷനെ 20°C 5 days നമ്മൾ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വെക്കുന്നു. 5 daysന് ശേഷം അഗെയിൻ DO കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടി? 2 DOs കിട്ടി. ഇൻക്യുബേഷൻ പീരിയഡിന് മുമ്പുള്ള DOയും കിട്ടി, ഇൻക്യുബേഷൻ പീരിയഡിന് ശേഷമുള്ള DOയും കിട്ടി. ആ വാല്യൂ വെച്ച് നമ്മൾ BOD കാൽക്കുലേറ്റ് ചെയ്യും. And we are using this equation. BOD equal to D1 minus D2 into volume of sample after dilution divided by volume of sample before dilution. BOD equal to D1 minus D2. ആ ഇക്വേഷൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ബേസിസിൽ പ്രോബ്ലംസ് ചോദിക്കാം. D1 minus D2 into volume of sample after dilution divided by volume of sample before dilution. Where D1 is the dissolved oxygen of sample in milligram per liter at the beginning of the experiment. Incubation period nu mumbulla dissolved oxygen aanu D1. D2 is the dissolved oxygen of sample in milligram per liter after 5 days. Incubation period nu sheshamulla dissolved oxygen, that is D2. Then ഇതെന്താണ്? വോളിയം ഓഫ് സാമ്പിൾ ആഫ്റ്റർ ഡൈല്യൂഷൻ. നമ്മൾ ഓൾറെഡി ആ സെക്കൻഡ് സ്റ്റെപ്പിൽ പറഞ്ഞു, സീവേജ് വാട്ടറിലേക്ക് ഫ്രഷ് വാട്ടർ മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന ടോട്ടൽ വോളിയം ആണ് വോളിയം ഓഫ് സാമ്പിൾ ആഫ്റ്റർ ഡൈല്യൂഷൻ. ഫ്രഷ് വാട്ടർ പ്ലസ് സീവേജ് വാട്ടർ, ദാറ്റ് ഈസ് വോളിയം ഓഫ് സാമ്പിൾ ആഫ്റ്റർ ഡൈല്യൂഷൻ. വോളിയം ഓഫ് സാമ്പിൾ ബിഫോർ ഡൈല്യൂഷൻ അതെന്താണ്? സീവേജ് വാട്ടറിന്റെ വോളിയം ആണ് സാമ്പിൾ, സോറി, വോളിയം ഓഫ് സാമ്പിൾ ബിഫോർ ഡൈല്യൂഷൻ. എന്താണ് BOD? എങ്ങനെയാണ് BOD എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? BOD എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആവാതെ ഉണ്ടോ? ഇനി അതിന്റെ ഒരു ക്വസ്റ്റ്യൻ എഴുതൂ. ആ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തേ. 100 ml of sewage water is diluted to 1000 ml with dilution water. The initial dissolved oxygen was 7.6 ppm. After 5 days, 3.2 ppm. Find BOD. ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ കഴിഞ്ഞ എക്സാമിന് BOD COD ആ ഒരു പോർഷനിൽ നിന്ന് ചോദിച്ചത് ഡിഫറൻസസ് ബിറ്റ്വീൻ BOD ആൻഡ് COD ആയിരുന്നു. 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതിയോ? ഇക്വേഷൻ നോട്ട് ചെയ്തതാണോ?
ദെൻ ഇക്വേഷനിൽ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. ആൻസർ കിട്ടിയോ? ആൻസർ കിട്ടിയോ? എന്താണ് ഇവിടെയുള്ള D1? D1 എന്ന് വെച്ചത് ഇൻക്യുബേഷൻ പീരിയഡിന് മുമ്പുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ ആയിരുന്നു. ഇനീഷ്യൽ ഡിസോൾവ്ഡ് ഓക്സിജൻ വാസ് 7.6 ppm, that is D1. And D2 ഇൻക്യുബേഷൻ പീരിയഡിന് ശേഷമുള്ള ഒന്നുകൂടെ വാല്യൂ നോക്കിക്കേ. ഇൻക്യുബേ 3.2 ആണോ? ഓക്കെ. D2, യെസ്. ഇൻക്യുബേഷൻ പീരിയഡിന് ശേഷമുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ ആയിരുന്നു D2. Then volume of sample after dilution. That's sewage water plus fresh water. അതിന്റെ ടോട്ടൽ വോളിയം ആണ് വോളിയം ഓഫ് സാമ്പിൾ ആഫ്റ്റർ ഡൈല്യൂഷൻ. എത്രയാണ് വന്നത്? 100 ആണോ 1000 ആണോ? യെസ്, 1000 ml. Diluted to 1000 ml. Then volume of solution before dilution, that was 100 ml. 100 ml of sewage water is diluted to 1000 ml. So 7.6 minus 3.2 into 1000 divided by 100, which is equal to 44 milligram per liter or 44 pm. Sorry, ppm. 44 ppm. Correct ആണോ വാല്യൂ? ഓക്കെ. ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കൂ. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കും. ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കിട്ടിയില്ലെങ്കിൽ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. DO പറഞ്ഞു, BOD പറഞ്ഞു. ഇതിന് അവിടെ വരുന്നൊരു ടേമാണ് COD. COD അതുകൂടെ പറയാം. എന്താണ് COD? കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. BOD ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആയിരുന്നു. COD is കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. എന്താണ് COD? It is the measure of oxygen required for the complete oxidation of organic matter present in sewage water in presence of strong chemical oxidizing agents. സീവേജ് വാട്ടറിലുള്ള ഓർഗാനിക് മാറ്ററിന്റെ കംപ്ലീറ്റ് ഓക്സിഡേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓക്സിജന്റെ എമൗണ്ട് ആണ് COD. എന്താണ് ഇവിടെ എയറോബിക് ബാക്ടീരിയ അല്ല,
ഓക്സിഡേഷൻ നടക്കുന്നത് ഇൻ പ്രസൻസ് ഓഫ് ഓക്സിഡൈസിങ് ഏജൻസ് ആണ്. ഓക്സിഡൈസിങ് ഏജൻസിന്റെ പ്രസൻസിലാണ് ഇവിടെ COD മെഷർ ചെയ്യുന്നത്. ഈ DO, BOD, COD എല്ലാത്തിന്റെയും ഡെഫിനിഷൻസ് പഠിക്കുക കേട്ടോ. And it involves oxidation of both biologically oxidizable and inert materials. COD involves oxidation of both biologically oxidizable and inert materials. നമ്മൾ BOD പറഞ്ഞിരുന്നു അവിടെ ബയോളജിക്കലി ഓക്സിഡൈസബിൾ ആണ്. ബയോ കെമിക്കൽ ഓക്സിഡേഷൻ ആയിരുന്നു, ബയോളജിക്കലി നടക്കുന്ന പ്രോസസ് ആയിരുന്നു. ഇവിടെ എന്താണ്, ഇനേർട്ട് മെറ്റീരിയൽസിന്റെയും ഓക്സിഡേഷൻസ് നടക്കുന്നു. ഇൻവോൾവ്സ് ഓക്സിഡേഷൻ ഓഫ് ബോത്ത് ബയോളജിക്കലി ഓക്സിഡൈസബിൾ ആൻഡ് ഇനേർട്ട് മെറ്റീരിയൽസ്. Therefore, value of COD is greater than BOD. Value of COD is greater than value of BOD. Why? Because it involves oxidation of both biologically oxidizable and inert materials. പിന്നെന്തായിരുന്നു, BOD-യിൽ പറഞ്ഞിരുന്നു 20 ഡിഗ്രി സെൽഷ്യസിൽ 5 days ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ടായിരുന്നു. ഇവിടെ COD കാൽക്കുലേഷനിൽ we require only 3 hours. ഡിഫറൻസ് ആണ്. It requires 3 hours for the COD measurement. ഓക്കെ, ഇനി എങ്ങനെയാണ് COD കാൽക്കുലേറ്റ് ചെയ്യുന്നത്? How to estimate COD? We are taking non-volume of sewage water sample, then reflex it with, heat it with fixed volume of standard potassium dichromate solution, standard K2Cr2O7 solution, titration ആണ്, and dilute sulfuric acid, sorry ടൈട്രേഷൻ അല്ല കേട്ടോ, ഞാൻ പറഞ്ഞു പോയതാണ്, ഇവിടെ ടൈട്രേഷൻ അല്ല, ടൈട്രേഷൻ താഴെ വരുന്നുള്ളൂ. റിഫ്ലെക്സ് ഇറ്റ് വിത്ത് മീൻസ് ഹീറ്റിംഗ് വിത്ത് fixed volume of standard K2Cr2O7 solution and dilute sulfuric acid in presence of Ag2SO4 catalyst for 1.5 hours. So ആദ്യത്തെ പ്രോസസ് എന്തായിരുന്നു, നോൺ വോളിയം സീവേജ് വാട്ടർ എടുക്കുന്നു, അതിനെ റിഫ്ലക്സ് ചെയ്യുന്നു. ഏതൊക്കെ ആയിട്ടാണ്, എന്തിന്റെയൊക്കെ പ്രസൻസ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് K2Cr2O7 solution, and we are using Ag2SO4 silver sulfate catalyst. ഈ റിഫ്ലക്സിങ് എത്ര ടൈം എടുക്കുന്ന റിഫ്ലക്ഷൻ പ്രോസസ് ആണ്, റിഫ്ലക്സിങ് പ്രോസസ് ആണ് 1.5 hours, 1.5 മണിക്കൂർ എടുക്കുന്ന റിഫ്ലക്സിങ് പ്രോസസ്. ഇവിടെ റിഫ്ലക്സ് ചെയ്തിട്ട് റിമൈനിങ് ആയിട്ട് വരുന്ന K2Cr2O7, റിഫ്ലക്സിന് വേണ്ടി കുറെ അധികം K2Cr2O7 യൂസ് ചെയ്തു. അൺറിയാക്റ്റഡ് ഫോമിൽ ബാക്കിയാവുന്ന മീൻസ് അൺറിയാക്റ്റഡ് ആയിട്ട് വരുന്ന K2Cr2O7 that is titrated against standard Mohs-Salt solution. അവിടെയാണ് ടൈട്രേഷൻ വരുന്നത്. റിഫ്ലക്സിന് ശേഷം ബാക്കി വരുന്ന K2Cr2O7 സ്റ്റാൻഡേർഡൈസ്ഡ് Mohs-Salt സൊല്യൂഷൻ, ഫെറസ് അമോണിയം സൾഫേറ്റ്, അതാണ് Mohs-Salt സൊല്യൂഷൻ തമ്മിൽ ടൈട്രേറ്റ് ചെയ്യും. ആ ടൈട്രേഷന് മുമ്പ് ഇതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യണല്ലോ, നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡ് Mohs-Salt ആണ്. So a blank is performed by titrating non-volume of acidified K2Cr2O7 with ferrous ammonium sulfate using same indicator. നമ്മൾ ഇവിടെ പറഞ്ഞു സ്റ്റാൻഡേർഡ് Mohs-Salt ആയിട്ടാണ് അൺറിയാക്റ്റഡ് K2Cr2O7 ടൈട്രേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ Mohs-Salt സൊല്യൂഷനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നത്? ഒരു നോൺ വോളിയം ആസിഡിഫൈഡ് K2Cr2O7 Mohs-Salt തമ്മിൽ ആദ്യമേ ടൈട്രേറ്റ് ചെയ്യുന്നു. അതിൽ നിന്നാണ് സ്റ്റാൻഡേർഡൈസ് ചെയ്ത Mohs-Salt കിട്ടുന്നത്, അല്ലെങ്കിൽ Mohs-Saltനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നത്. ആ സ്റ്റാൻഡേർഡൈസ് ചെയ്ത Mohs-Saltഉം റിഫ്ലക്സിങ്ങിൽ റിയാക്ട് ചെയ്യാതെ ലെഫ്റ്റ് ആയിരിക്കുന്ന
K2Cr2O7 തമ്മിലാണ് ടൈട്രേഷൻ വരുന്നത്. CODയുടെ എസ്റ്റിമേഷൻ. ഓക്കെ, നിങ്ങൾ നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.